നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. ഹർത്താലിന്റെ തുടർച്ചയായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും അക്രമം. പാലക്കാട്, അടൂർ, തിരുവനന്തപുരം ജില്ലയിലെ ഇടക്കോട് എന്നിവിടങ്ങളിൽ വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. അടൂരിൽ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ 30ഓളം വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. പേരാമ്പ്രയിൽ ദേവസ്വം ബോർഡ് അംഗത്തിന്റെ വീടിന് നേരെ ബോംബേറ് ഉണ്ടായി. തിരുവനന്തപുരം നരുവാമൂട്ടിൽ CPM മാർച്ചിനു നേരെ നടന്ന ബോംബേറിൽ ഒരാൾക്ക് പരിക്കേറ്റു. പാലക്കാട് നഗരസഭയിലും കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം താലൂക്കിലും നിരോധനാജ്ഞ നിലവിൽ വന്നു. വിവരങ്ങളുമായി അടൂരിൽ നിന്നും ഉമേഷ് ബാലകൃഷ്ണനും പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും ചേരുന്നു. ആദ്യം ഉമേഷിലേക്ക് പോവുകയാണെങ്കിൽ, ഉമേഷ്, ഇന്ന് പുലർച്ചെ 30ലധികം വീടുകൾക്ക് നേരെയാണ് അടൂരിൽ ആക്രമണമുണ്ടായത്. നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? പോലീസ് നൽകുന്ന ഒരു വിശദീകരണം എങ്ങനെയാണ്? ഇന്നലെ ഹർത്താൽ അനുകൂലികൾ ഉച്ചയ്ക്ക് നടത്തിയ പ്രകടനത്തോടുകൂടിയാണ് അടൂരിൽ സംഘർഷങ്ങൾ ആരംഭിച്ചത്. ആദ്യം ഹർത്താൽ അനുകൂലികൾ അടൂർ CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം നടത്തി. CPM നിയന്ത്രണത്തിലുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയിലെ ആംബുലൻസ് കത്തിച്ചു. തുടർന്ന് ഇന്നലെ രാത്രി വൻ അക്രമമാണ് അടൂർ മേഖലയിൽ ഉണ്ടായത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TD ബൈജുവിന്റെയും അനുജൻ TD സജിയുടെയും വീടിന് നേരെ ഇന്നലെ രാത്രി അക്രമമുണ്ടായി. കൂടാതെ ഈ പ്രദേശത്ത് തന്നെ അടൂർ പ്രദേശത്ത് ചായക്കട നടത്തിയിരുന്ന രാജൻ, ഭാര്യ ബിന്ദു എന്നിവർ നടത്തിയിരുന്ന തട്ടുകട രാത്രി കത്തിച്ചു. ഇതോടുകൂടി വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. നിരവധി BJP പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയും അക്രമമുണ്ടായി. ഏകദേശം 30ഓളം പേരുടെ വീടുകൾക്ക് നേരെയാണ് അക്രമമുണ്ടായത്. ആർക്കും കാര്യമായ പരുക്കുകളൊന്നും വീട്ടിലുണ്ടായിരുന്നവരെ ആക്രമിച്ചില്ല. വീടുകളും മറ്റും അടിച്ചു തകർക്കുകയും കടകൾ കത്തിക്കുകയുമാണ് ചെയ്തത്. 20ഓളം പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. രഞ്ജിനി. ശരി ഉമേഷ്. പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുന്നുണ്ട്. പ്രസാദ്, ഇന്നലെ പാലക്കാട് വ്യാപക അക്രമമാണ് നമ്മൾ കണ്ടത്. 40ലധികം പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടാകാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? രഞ്ജിനി, ഇന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ 39 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മറ്റൊന്ന്, ഇന്നലെ രാത്രി നിരോധനാജ്ഞ നിലവിലുണ്ടായിട്ടും 2 അക്രമ സംഭവങ്ങൾ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടായി. ഒന്ന്, പുതുപ്പരിയാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇവരുടെ വീടിന് മുന്നിലെ കസേരകളും ജനൽ ചില്ലുകളും എല്ലാം തന്നെ എറിഞ്ഞു തകർത്തതായി പരാതിയുണ്ട്. മറ്റൊന്ന്, നഗരത്തിൽ BJP അനുകൂലിയുടെ കടയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇന്നലത്തെ പകലത്തെ സംഘർഷ കണക്കിലെടുത്തുകൊണ്ട് തന്നെ രാത്രി അതിന്റെ തുടർ സംഘർഷം ഉണ്ടാകും എന്ന് പോലീസ് കരുതിയിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇന്നലെ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ സംഘർഷ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടുകൂടിയാണ് കൂടുതൽ സംഘർഷം ഒഴിവാക്കാൻ സാധിച്ചിട്ടുള്ളത്. 2 അക്രമ സംഭവങ്ങളാണ് ഇന്നലെ രാത്രി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 6 വരെ നിരോധനാജ്ഞ തുടരും. നഗരത്തിലെ വിക്ടോറിയ കോളേജ് ഒഴിച്ച് മറ്റ് വിദ്യാലയങ്ങൾക്കൊന്നും തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. വിക്ടോറിയ കോളേജിൽ ABVP SFI സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടുകൂടിയാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വൈകിട്ട് 6 വരെ നിരോധനാജ്ഞ നഗരത്തിൽ തുടരും. ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ, അതായത് പാലക്കാട് നഗരത്തോട് ചേർന്നിട്ടുള്ള പുതുശ്ശേരി, പുതുപ്പരിയാരം, കഞ്ചിക്കോട് മേഖലയിലെല്ലാം തന്നെ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി പ്രസാദ്, വിശദാംശങ്ങളാണ് അടൂരിൽ നിന്നും ഉമേഷും പാലക്കാട് നിന്ന് പ്രസാദും നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, സംസ്ഥാനത്ത് ഇന്നലെ നടന്ന ഹർത്താലിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് 745 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. 559 കേസുകളിലായാണ് 745 പേരെ അറസ്റ്റ് ചെയ്തത്. പൊതുമുതൽ നശിപ്പിച്ചതിനാണ് കൂടുതൽ പേർക്കെതിരെ കേസ്. 628 പേരെ വീട്ടുതടങ്കലിൽ ആക്കിയിട്ടുണ്ട്. ഇവരിൽ ചിലരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. പാലക്കാട്, തിരുവനന്തപുരം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലായി വ്യാപക തെരച്ചിൽ നടത്താനാണ് പോലീസ് തീരുമാനം. അക്രമികളെ കണ്ടെത്താൻ ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ എന്ന പേരിലാണ് തെരച്ചിൽ നടത്തുക. ഇന്നലെ അറസ്റ്റ് ചെയ്തവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പന്തളത്ത് BJP CPM സംഘർഷത്തിനിടെ കല്ലേറിൽ പരിക്കേറ്റ് മരിച്ച ചന്ദ്രന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. തലക്കേറ്റ ക്ഷതങ്ങളാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതോടെ കസ്റ്റഡിയിലായ CPM പ്രവർത്തകർക്കെതിരെ കൊലക്കുറ്റത്തിനൊപ്പം ആൾക്കൂട്ട ആക്രമണത്തിനും കേസെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ റിപ്പോർട്ടിൽ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് വ്യക്തമാക്കുന്നു. മുൻഭാഗത്തും പിൻഭാഗത്തും നിരവധി പാടുകളുണ്ട്. തലയൊട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട്. ആന്തരിക രക്തസ്രാവവും ചന്ദ്രന്റെ മരണത്തിലേക്ക് നയിച്ചു. മുഖ്യമന്ത്രിയുടെയും തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ഹൃദയാഘാതമെന്ന നിഗമനം തള്ളുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചന്ദ്രൻ ഹൃദയരോഗബാധിതനാണെങ്കിലും സ്വാഭാവികമായി ഉണ്ടായ ഹൃദയസ്തംഭനമല്ല മരണകാരണമെന്ന് ഫോറൻസിക് സംഘം വിലയിരുത്തുന്നു. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് പന്തളത്തേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലുള്ള 4 CPM പ്രവർത്തകരിൽ
രണ്ടുപേർക്കെതിരെ കൊലക്കുറ്റത്തിനൊപ്പം ആൾക്കൂട്ട ആക്രമണത്തിനും വകുപ്പുകൾ ചുമത്തി. ന്യൂസ് 18 കോട്ടയം. ഇടമലക്കുടിയിലെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ ധനവിനിയോഗത്തിൽ അഴിമതിയെന്ന ആരോപണം. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പ്രയോജനം ആദിവാസികൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് പരാതി. വ്യാജ ബില്ലുകൾ ഉപയോഗപ്പെടുത്തി ലക്ഷങ്ങളുടെ അഴിമതിയാണ് പഞ്ചായത്തിൽ നടക്കുന്നതെന്നാണ് ആരോപണം. സ്കൂളിൽ ഭക്ഷണം നൽകുന്നതിന് പ്ലാനിംഗ് ഫണ്ടിൽ നിന്നും നൽകിയ 5,75,000 രൂപയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് പൊതുപ്രവർത്തകർ ആരോപിക്കുന്നു. 2018-19 സാമ്പത്തിക വർഷത്തിൽ ഇടമലക്കുടിയിലെ ഹോമിയോ ആശുപത്രിയിലേക്ക് മരുന്നുകൾ എത്തിച്ചു നൽകിയതിന്റെ പേരിൽ വാഹന ചെലവിനത്തിലും അഴിമതി നടത്തിയെന്ന് ആരോപണമുണ്ട്. ഈ ഇടമലക്കുടി പഞ്ചായത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും അവിടുത്തെ CPMന്റെ പഞ്ചായത്താണ് ഇടമലക്കുടി പഞ്ചായത്ത്. അവിടെ ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വ്യാജ ബില്ലുണ്ടാക്കി ആദിവാസികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ ഇവരുടെ പേരിൽ അടിച്ചു മാറ്റുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഒരുങ്ങിയാണ് ഇവിടുത്തെ ജനങ്ങളും ആദിവാസി സമൂഹവും പൊതുജനങ്ങളും. ഉടൻ തന്നെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഈ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന അധികാരികൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണം. ആദിവാസി ഫണ്ട് അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥരെ മാറ്റാത്ത പക്ഷം സമരത്തിന് തയ്യാറെടുക്കുകയാണ് ജനങ്ങൾ. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് വിവിധ പ്രദേശങ്ങളിൽ കീടബാധയേറ്റ് നെൽകൃഷി നശിച്ചു. ചെറുവത്തൂർ, കയ്യൂർ, ചീമേനി, പിലിക്കോട് പഞ്ചായത്തുകളിലെ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിലാണ് വ്യാപകമായ കൃഷിനാശം ഉണ്ടായത്. ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ എന്ന കീടമാണ് കൃഷിനാശത്തിന് കാരണമാകുന്നതെന്നാണ് കൃഷിവകുപ്പ് അധികൃതർ പറയുന്നത്. നെൽച്ചെടിയുടെ നീരൂറ്റി കുടിക്കുകയാണ് ഇത്തരം കീടങ്ങൾ ചെയ്യുക. കൃഷി ചെയ്ത് ഒരു മാസം പിന്നിടുമ്പോഴേക്കും കീടബാധ പടരുന്നതോടെ കൃഷി പൂർണ്ണമായും നശിക്കുന്നു. പിലിക്കോട് പഞ്ചായത്തിലെ പാടാളം, മല്ലപ്പിൽ, കയ്യൂർ, ചീമേനി പഞ്ചായത്തിലെ പുലിയന്നൂർ, ചെറുവത്തൂർ പഞ്ചായത്തിലെ കൊടക്കവയൽ എന്നിവിടങ്ങളിലാണ് വ്യാപകമായ തോതിൽ കൃഷിനാശം ഉണ്ടായത്. തുലാവർഷത്തിന്റെ ലഭ്യത കുറഞ്ഞതാണ് കീടബാധയ്ക്ക് കാരണമെന്ന് കർഷകരും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നു. ആദ്യം നട്ട് കഴിഞ്ഞിട്ട് ഏതാനും 2 ആഴ്ച കഴിഞ്ഞപാട് ഒരു തരം ഉപ്പുവെള്ളം കയറിയ പോലത്തെ ഒരു രോഗം വന്നു. എല്ലാം വരമ്പിന്റെ മൂല്യം അരിവും മാത്രമേ ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം നശിച്ചു പോയി. പിന്നെ അതിന് അസാട്ടാഫ് എന്ന് പറയുന്ന ഒരു മരുന്ന് മേടിച്ച് അടിച്ചേ പിന്നെ ഓരോന്ന് ബാക്കിയായി. പിന്നീട് പല മരുന്നും അടിച്ചു. ഒരുപാട് ചെലവാണ് ഇത്തവണ. കൃഷിക്ക് എല്ലാം കൊണ്ടും പല ചെലവാണ്. ഈ രോഗം വരാനും കാരണം ലാഭർഷമില്ലാത്തതുകൊണ്ടാണ്. പാടശേഖരങ്ങളിൽ കീടബാധ പടർന്നു പിടിച്ചത് കടുത്ത ആശങ്ക സൃഷ്ടിച്ചിരുന്നുവെങ്കിലും മരുന്നു പ്രയോഗം ഫലവത്താകുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. നീർച്ചാലുകൾ വരണ്ടു തുടങ്ങി. ജലസേചന പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ശേഷിക്കുന്ന നെൽകൃഷിയും നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. ന്യൂസ് 18 കാസർഗോഡ്. ഗുരുവായൂർ കരുവന്നൂർ കുടിവെള്ള പദ്ധതി നടപ്പാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. നാട്ടുകാർ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോഴും നഗരസഭ കഴിഞ്ഞ വർഷം ജൂണിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ പദ്ധതി യാഥാർത്ഥ്യമായിട്ടില്ല. കരുവന്നൂർ പുഴയിൽ നിന്നും ജലം ഏങ്ങണ്ടിയൂരിൽ സ്ഥാപിച്ചിട്ടുള്ള പ്ലാന്റിലെത്തിച്ച് ശുദ്ധീകരിച്ച് ചേറ്റുവ പാലത്തിലൂടെ പൈപ്പ് വഴി ഗുരുവായൂരിലെത്തിച്ച് വിതരണം നടത്തുന്നതായിരുന്നു പദ്ധതി. കഴിഞ്ഞ വർഷം അമാവാസി ദിവസത്തെ വേലിയേറ്റവും വേലിയിറക്കവും നോക്കി പൈപ്പ് ചേറ്റുവ പാലത്തിലൂടെ ഘടിപ്പിക്കുന്ന പണി മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് അന്നത്തെ നഗരസഭാ ചെയർപേഴ്സൺ PK ശാന്തകുമാരി വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇതുവരെയും പദ്ധതി യാഥാർത്ഥ്യമായില്ല. വാട്ടർ അതോറിറ്റിക്കാണ് പ്രവർത്തന നിർമ്മാണ ചുമതല. ഏറെ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ് പദ്ധതി. പദ്ധതി പൂർത്തീകരിച്ച് എത്രയും വേഗം ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജയ്ക്ക് 2050 വരെയുള്ള ബുക്കിംഗ് പൂർത്തിയായി. പുതിയ ബുക്കിംഗ് എടുക്കുന്നില്ല എന്ന് ദേവസ്വം ചെയർമാൻ KB മോഹൻദാസ് വ്യക്തമാക്കി. ഇനി മുതൽ ഒരു ഉദയാസ്തമയ പൂജ 5 ഭക്തരുടെ പേരിലാകും നടത്തുക. 2050 വരെ ഉദയാസ്തമയ പൂജ ബുക്ക് ചെയ്തു കഴിഞ്ഞു. കാലതാമസം മൂലം പലരും മരണപ്പെട്ട ശേഷമാണ് ഭക്തരുടെ ബന്ധുക്കൾ ഈ പൂജ നടത്തേണ്ടി വരുന്നത്. ഇത്തരം സാഹചര്യം ഒഴിവാക്കാൻ കൂടിയാണ് ദേവസ്വം ബോർഡ് പുതിയ നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ അഷ്ടമംഗല പ്രശ്നത്തിൽ ഒരു ദിവസം 5 വരെ ഭക്തരുടെ പേരിൽ ഒരു ദിവസത്തെ ഉദയാസ്തമന പൂജ നടത്തുന്നത് ദേവഹിതം അതിനനുകൂലമാണ് എന്നുള്ള തീർപ്പുണ്ടായിട്ടുണ്ട്. ആ തീർപ്പിന്റെ അടിസ്ഥാനത്തിൽ ചാർത്ത് കിട്ടിയതിനു ശേഷം തന്ത്രിയുമായിട്ട് സംസാരിച്ച് തന്ത്രി അത് സമ്മതിച്ച പ്രകാരം ഇനി വരുന്ന 2019 ജനുവരി മാസത്തെ മുതൽ ഉള്ള ഉദയാസ്തമന പൂജ, ഒരു ദിവസത്തെ ഉദയാസ്തമന പൂജ 5 ആളുകളുടെ പേരിൽ
നടത്താൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഭരണസമിതി തീരുമാനിക്കുകയുണ്ടായിട്ടുണ്ട്. 1 ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡ് ഉദയാസ്തമയ പൂജയ്ക്ക് ഈടാക്കുന്നത്. മറ്റ് ചിലവുകളും കൂടി ഭക്തർക്ക് 2 ലക്ഷത്തിൽ താഴെ ചിലവ് വരും. 2 ദിവസം കൂടുമ്പോഴാണ് ഉദയാസ്തമയ പൂജയ്ക്ക് ദിവസം ലഭിക്കുന്നതെങ്കിലും ഫലത്തിൽ ഇത് 3 ദിവസം എടുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഭക്തർക്ക് പൂജ നടത്തുന്നതിന് വലിയ കാലതാമസമാണ് നേരിടുന്നത്. ഇതൊഴിവാക്കാനും കൂടിയാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനമെന്ന് ചെയർമാൻ വ്യക്തമാക്കി. ന്യൂസ് 18 ഗുരുവായൂർ. 85-ാം വയസ്സിലും തളരാത്ത മനസ്സുമായി കൈതോല കൊണ്ടും ഓല കൊണ്ടും പരമ്പരാഗത രീതിയിൽ പായകൾ നെയ്തെടുക്കുകയാണ് വണ്ടൂർ സ്വദേശിയായ വയോധിക. വണ്ടൂർ പേരൂരിലെ ആമന എന്ന മാളുമ്മിയാണ് പ്രായം മറന്ന് കരവിരുതിൽ മുഴുകുന്നത്. പ്രായം തളർത്തിയ ശരീരത്തിന് താങ്ങായി ഊന്നുവടിയുമായാണ് വണ്ടൂർകാരി മാളുവമ്മയുടെ സഞ്ചാരം. എന്നാൽ ഈ അവശത മറന്ന് പരമ്പരാഗത രീതിയിൽ പായ മെടഞ്ഞെടുക്കുന്നതിൽ ഹരം കണ്ടെത്തുകയാണിവർ. 2 ദിവസം കൊണ്ട് വലിയ പായകൾ മെടഞ്ഞെടുത്തിരുന്ന കാലവും മാളുവമ്മയ്ക്കുണ്ടായിരുന്നു. ഇത്തരത്തിൽ നിർമ്മിച്ച 100ഓളം പായകൾ വീട്ടിലുണ്ടായിരുന്നുവെന്ന് മാളുവമ്മ പറയുന്നു. പായുണ്ടാക്കാൻ ആദ്യം തറക്കം 4 ഓല വെക്കണം, ബലങ്ങ് 4 വെക്കണം, നീളത്തിൽ 4 വെക്കണം. എന്നിട്ട് ആ ബലങ്ങ് വെച്ച ഓല മുന്നിൽ 4 ഓല വെച്ചിട്ട് മടക്കണം. മടക്കിങ്ങാണ്ട് മടക്കിയിരിക്കണം. എന്നിട്ട് അതിൻ്റെ അടിയിൽ പിന്നെയും വെക്കണം. എന്നിട്ട് പിന്നെയും മടക്കണം. എന്നിട്ട് ഓരോല മടക്കി വെച്ച് വെക്കണം. മദ്രസയിൽ പെരുന്നാൾ നിസ്കാരം കഴിച്ചത് അന്ന് നമ്മളോട് എന്റെ പായ കൊണ്ടേക്കാണ്ട ആ മദ്രസം മീമൻ നിർത്തിയത് 100-100 പായുണ്ട് അതിനന്ന് ഇവിടെ ഒക്കെ ഒക്കെ അന്ന് ഞാൻ ചേർന്നപ്പോ ഇനി പോയി ഓരോ ഒട്ടിക്കൊണ്ടരും താളിയം കൊണ്ടില് അരുകുട്ടിന്റെ ശൈലി ഞാൻ കൂടി പോയി ഒട്ടിക്കൊണ്ടരും. ഇപ്പോഴും കൈതോലിയും ഓലയും ലഭിച്ചാൽ പായമടയുവാൻ തയ്യാറാണ് മാളുവമ്മ. പായ ഉണ്ടാക്കുന്ന രീതി വിശദീകരിക്കാനും മാളുവമ്മയ്ക്ക് സന്തോഷമാണ്. 85 വയസ്സായെങ്കിലും ജീവിതശൈലികൾ മാറ്റാൻ മാളുവമ്മ തയ്യാറല്ല. ന്യൂസ് 18 മലപ്പുറം. കണ്ണൂർ കരുവഞ്ചാൽ വെള്ളാട് മഹാദേവ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ടൗൺ ഉത്സവം സംഘടിപ്പിച്ചു. വെള്ളാട് ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും അലങ്കരിച്ചാണ് നാട്ടുകാർ ഉത്സവത്തെ വരവേറ്റത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ടൗൺ ഉത്സവം നടത്താൻ നാട്ടുകാരും വ്യാപാരികളും തീരുമാനിച്ചത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങി. മികച്ച ദീപാലങ്കാരത്തിന് സമ്മാനം ഏർപ്പെടുത്തിയിരുന്നു. ടൗൺ ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി. 20ഓളം വാദ്യകലാകാരന്മാർ അണിനിരുന്ന കണ്ണോം വാദ്യ സംഘത്തിന്റെ പഞ്ചാരിമേളം നാട്ടുകാർക്ക് നവ്യാനുഭവമായി. നാനാജാതി മതസ്ഥരുടെ സഹകരണത്തോടെ നടന്ന ഉത്സവം മതസൗഹാർദ്ദത്തിന്റെ വേദി കൂടിയായി. നടുവിൽ വെള്ളാട് ദേവസ്വം ബോർഡ് ചെയർമാൻ PG ശ്രീജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കമ്മിറ്റിയുടെ പ്രവർത്തനം. ഉത്സവാഘോഷത്തിൽ പങ്കെടുക്കാൻ 100 കണക്കിന് ആളുകളാണ് വെള്ളാട് ടൗണിൽ എത്തിയത്. ന്യൂസ് 18 കണ്ണൂർ. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനം തുടരുന്നു. മുക്കം നഗരസഭാ പരിധിയിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉപയോഗിക്കുന്ന കച്ചവടക്കാർക്കെതിരെ നടപടി കർശനമാക്കാൻ തീരുമാനം. കടകളിൽ നടത്തിയ പരിശോധനയിൽ 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടിച്ചെടുത്തിരുന്നു. വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജനുവരി 1 മുതലാണ് മുക്കം നഗരസഭ പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കിയത്. ആദ്യഘട്ടത്തിൽ 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളാണ് പൂർണ്ണമായി നിരോധിച്ചത്. നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കടകളിൽ പരിശോധന നടത്തി. നിരവധി കടകളിൽ നിന്നും 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ കണ്ടെടുത്തു. വ്യാപാരികൾക്ക് നോട്ടീസ് കൊടുക്കുകയും ബോധവൽക്കരണം നടത്തുകയുമാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. ആവർത്തിച്ചാൽ കർശന നടപടിയെടുക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി ഹരീഷ് പറഞ്ഞു. മൈക്രോണിനെ കുറിച്ചുള്ള ഒരറിവ് എല്ലാ കച്ചവടക്കാർക്കും കിട്ടാൻ വേണ്ടിയും അതോടൊപ്പം പ്ലാസ്റ്റിക് നിയന്ത്രണം എന്നുള്ള നഗരസഭയുടെ നടപടി കാര്യക്ഷമമാക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. നഗരസഭയുടെ പൊതുജനാരോഗ്യ വിഭാഗം അതോടൊപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഹെൽത്ത് വിങ് ഇവരൊക്കെ തന്നെ ഈ പരിശോധനയുടെ ഭാഗമായിട്ട് സഹകരിക്കുന്നുണ്ട്. കച്ചവടക്കാരുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഈ പരിശോധനയോടുണ്ട്. മികച്ച നിലവാരത്തിലുള്ള പ്ലാസ്റ്റിക് എന്ന് സീൽ ചെയ്തവ പോലും 40 മൈക്രോണിൽ താഴെയുള്ളതാണെന്ന് പരിശോധനയിൽ വ്യക്തമായി. മൊത്ത വിൽപ്പനക്കാരിൽ നിന്ന് വാങ്ങിയ ഇത്തരം ക്യാരി ബാഗുകൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് വ്യാപാരികൾ. ഞങ്ങൾ 51 മൈക്രോൺ കവർ എന്ന് പറഞ്ഞിട്ടാണ് ഹോൾസെയിലിന് വാങ്ങുന്നത്. പക്ഷേ ഇവിടെ വന്ന് നഗരസഭയിൽ നിന്ന് ചെക്കിങ്ങിന് വന്നപ്പോൾ
അവർ കാണിച്ചു തന്നു 51 മൈക്രോൺ ഇല്ല, 40ന്റെ മുകളിലേ ഉള്ളൂ, ഇതുവരെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ എന്താ ചെയ്യുക, വ്യാപാരികൾ എന്താ ചെയ്യാന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അതേസമയം മൊത്ത വിപണന സ്ഥാപനങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് 18 മുക്കം. ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയായ മണിയാർക്കുടിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവ്. ജില്ലാ ആസ്ഥാനമായ പൈനാവിൽ നിന്നും 7 കിലോമീറ്റർ മാത്രമാണ് മണിയാർക്കുടിയിലേക്കുള്ളത്. ഗോത്രവർഗ വിഭാഗങ്ങളുടെ ആവാസ മേഖലയായിരുന്ന മണിയാറൻകുടി ഇന്ന് പുരോഗതിയുടെ പാതയിലാണ്. അടുത്തിടെ മണിയാറൻകുടിയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. പഞ്ചപാണ്ഡവന്മാർ ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നാണ് ഐതിഹ്യം. അന്ന് ഭീമൻ ചവിട്ടിയതായി പറയുന്ന കാൽപ്പാടും അർജുനൻ അമ്പെയ്ത അടയാളമായി തുളകണ്ണൻ പാറയുമെല്ലാം ഇവിടെ എത്തുന്നവർക്ക് പുതിയ അനുഭവമാണ്. മണിയാറൻകുടിയിൽ നിന്ന് കാട് വഴി വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയ സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ തന്നെ ഉണ്ട്. ഇപ്പം പാൽക്കുളമേടുണ്ട്, മക്കോളിയുണ്ട്, അതുപോലെ തന്നെ ഇടുക്കി ഉടുമ്പന്നൂർ റോഡുണ്ട്. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിസ്സാര കിലോമീറ്റർ ഉണ്ട്. ഇടുക്കി നിന്ന് നമുക്ക് ഉടുമ്പന്നൂര് തൊടുപുഴ എത്താവുന്നതാണ്. വാഴത്തോപ്പിലേക്ക് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തൊടുപുഴ, കുന്നത്തുനാട്, മീനച്ചിൽ താലൂക്കുകളിൽ നിന്ന് കുടിയേറ്റ കർഷകർ കാൽനടയായി എത്തിയതും ഈ മണിയാറൻകുടിയിലൂടെയായിരുന്നുവെന്നാണ് കരുതുന്നത്. ഇടുക്കിയുടെ ടൂറിസം ഭൂപടത്തിൽ പുതിയൊരിടം നേടാൻ കഴിയുന്ന മണിയാറൻകുടിയിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ ആലക്കോട് അരങ്ങം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. അരങ്ങം ക്ഷേത്ര മൈതാനിയിലാണ് മത്സരം നടക്കുന്നത്. ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള 8 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരക്കുന്നത്. 7 ദിവസങ്ങളിലായി നടക്കുന്ന മേള ഈ മാസം 9-ന് സമാപിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്കാണ് മത്സരം ആരംഭിക്കുക. ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂർ കാട്ടാമ്പള്ളി CBFC MM ബ്രദേഴ്സ് ആലക്കോടുമായി ഏറ്റുമുട്ടി. അൽറാസ് മാട്ടൂൽ, കണ്ടോത്ത് സ്പോർട്സ് ക്ലബ് പയ്യന്നൂർ, സ്പോർട്ടിംഗ് FC വായാട്ടുപറമ്പ്, സന്തോഷ് പരിയാരം തുടങ്ങിയ പ്രമുഖരായ ടീമുകൾ വരും ദിവസങ്ങളിൽ മത്സരത്തിനിറങ്ങും. ന്യൂസ് 18 കണ്ണൂർ. പ്രളയ ദുരന്തത്തിൽ നിന്നും കരകയറാൻ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഇടുക്കി സേനാപതി സ്വദേശി ഏലിയാമ്മ. ഒരായുസിന്റെ അധ്വാനമായിരുന്ന വീട് പൂർണ്ണമായും തകർന്നു. മണ്ണിടിച്ചിലിൽ സ്ഥലവുമില്ലാതായതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ വലയുകയാണ് ഇവർ. 63-കാരിയായ ഏലിയാമ്മയെന്ന വിധവയുടെ ഒരായുസിന്റെ അധ്വാനമായിരുന്നു അരയേക്കറിലധികം വരുന്ന സ്ഥലവും ഒരു കൊച്ചു വീടും. എല്ലാ പ്രതീക്ഷകളും തകർത്തെറിഞ്ഞ് പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായി. ഏലിയാമ്മയും മകൻ അജിത്തും അയൽവീട്ടിലേക്ക് പോകുവാൻ പുറത്തിറങ്ങിയ സമയത്തായിരുന്നു വൻ അപകടം. ഇരുവരും നിന്നിരുന്ന റോഡിന്റെ ഒരു ഭാഗവും ഒലിച്ചുപോയി. മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും ഒരായുസിന്റെ അധ്വാനം പൂർണ്ണമായും ഇല്ലാതായി. മണ്ണിടിച്ചിലിൽ പൂർണ്ണമായും സ്ഥലവും ഇല്ലാതായതോടെ ഇനി ഇവിടെ വീട് നിർമ്മിക്കുവാനും കഴിയില്ല. വില്ലേജിലെത്തിയപ്പോൾ പട്ടയമുള്ള സ്ഥലം വാങ്ങിയാൽ വീടിന് തുക നൽകാമെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം. മക്കളെ, ഞങ്ങൾക്കാണെങ്കിൽ ഒരു മാർഗവും ഇല്ല. ഞങ്ങൾക്ക് ഈ വീട് പോയതോടുകൂടി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പോയി. പിന്നെ പഞ്ചായത്തുകാരും ഞങ്ങളെ കൈവിട്ടു. നാട്ടുകാരും ഇതിനെപ്പറ്റി ഒരു തീരുമാനം ഉണ്ടാക്കുന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് പൊന്നുമക്കളെ. സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്ത ഏലിയാമ്മ വില്ലേജ് ഓഫീസിൽ ഒറ്റയാൾ പ്രതിഷേധമടക്കം നടത്തിയിരുന്നു. എന്നിട്ടും അധികൃതർ കനിഞ്ഞില്ല. വാടക വീട്ടിൽ അധികൃതരുടെ കനിവ് കാത്ത് കഴിയുകയാണ് ഈ അമ്മയും മകനും. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി രാജകുമാരി B ഡിവിഷൻ വ്യൂ പോയിന്റിന്റെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം. പ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷാ സംവിധാനത്തിന്റെ അഭാവവും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഏറെ വിനോദസഞ്ചാര സാധ്യതയുള്ള പ്രദേശമാണ് B ഡിവിഷൻ വ്യൂ പോയിന്റ്. എന്നാൽ സഞ്ചാരികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെയില്ല. DTPC അധികൃതരോട് നാട്ടുകാരും പൊതുപ്രവർത്തകരും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. കാർഷിക മേഖലയടക്കം വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. B ഡിവിഷൻ വ്യൂ പോയിന്റും അതുപോലെ മുള്ളൻതണ്ടയും സഞ്ചാരികൾക്ക് ഏറ്റവും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാനും അതിലൂടെ നമ്മുടെ പഞ്ചായത്തിന് ഒത്തിരി മുന്നേറ്റം നടത്തുവാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ട പഞ്ചായത്തും ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഇക്കാര്യത്തിൽ സത്വരമായ നടപടി സ്വീകരിക്കണം. പ്രകൃതി മനോഹരമായ മുളംതണ്ട് മലനിരകളും നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മഞ്ഞക്കുഴി പാടശേഖരവുമെല്ലാം മനോഹര കാഴ്ചകളാണ്.
പാറക്കെട്ടുകൾ നിറഞ്ഞ ഇവിടെ സുരക്ഷാ വേലികൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. ചാലിയാറിലെ ജലഗതാഗതം നിലച്ചിട്ട് 4 വർഷമായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ലോക്കൌട്ട് ഷട്ടറിന്റെ പണി പൂർത്തിയാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. മലപ്പുറം, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്നതിനായി 2000-ൽ ഉദ്ഘാടനം കഴിഞ്ഞ ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ലോക്ക്ഡ് ഷട്ടറുകൾ തകർന്നിട്ട് 4 വർഷമായി. ഇതോടെ ചാലിയാറിലൂടെയുള്ള ജലഗതാഗതവും അവസാനിച്ചു. പാലത്തിൽ നിന്ന് തോണിയോ മറ്റ് സംവിധാനങ്ങളോ കയറ്റിയിറക്കാനായാണ് ലോക്ക് ഷട്ടറുകൾ നിർമ്മിച്ചത്. ഷട്ടറുകൾ പുനർനിർമ്മിക്കാൻ 4 വർഷം മുൻപ് 30 ലക്ഷം രൂപ ചെലവഴിച്ച് മലമ്പുഴ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ പണി ആരംഭിച്ചെങ്കിലും പകുതി വഴിയിൽ അവസാനിച്ചതായി പാലം സംരക്ഷണ സമിതി അംഗം കുറുങ്ങാടൻ അലി പറയുന്നു. പദ്ധതി വന്ന് അന്ന് സ്ഥാപിച്ച 2 ഷട്ടറിൽ 2 ഷട്ടറും കേടായി. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതിന് 30 ലക്ഷം റുപ്യ അതിന് വകയിരുത്തി ഒരു ഷട്ടർ റിപ്പയർ ചെയ്തു. മലമ്പുഴയിലുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിങ്ങാണ് ഇത് ടെൻഡർ നടത്തിയിട്ടുള്ളത്. ആ ടെൻഡർ നടത്തിയ ഷട്ടർ എഞ്ചിനീയറിംഗ് വിങ് തന്നെ പാലക്കാടാണ്. പാലക്കാടുള്ളൊരു കമ്പനിയാണ് ഇത് ടെൻഡർ എടുത്തത്. പക്ഷെ ഒരു ഷട്ടർ നന്നാക്കി അവർ പോയതിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ട് നിരന്തരമായിട്ട് ഇപ്പോൾ MLA യുടെ അടുത്തൊക്കെ പരാതി ഇത് സംബന്ധിച്ച് കൊടുത്തതിന് ശേഷം അവർ ഇത് റിപ്പയർ ചെയ്യാൻ വരുമെന്ന് പറയുന്നല്ലാതെ ഇതുവരെ വന്നിട്ടില്ല. സ്ഥിരമായി ഷട്ടറും ലൈറ്റും പരിപാലിക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊണ്ടോട്ടി. കണ്ണൂർ ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ സായാഹ്ന OP പ്രവർത്തനം തുടങ്ങി. കൂടുതൽ സമയം ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നത് മലയോര ജനതയ്ക്ക് കൂടുതൽ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. പഞ്ചായത്ത് പ്രസിഡന്റ് M മൈമൂനത്ത് ഉദ്ഘാടനം ചെയ്തു. ചപ്പാരപ്പടവിലെയും സമീപ പ്രദേശങ്ങളിലെയും 100 കണക്കിന് രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. നേരത്തെ ഒരു ഡോക്ടർ മാത്രമാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. എന്നാൽ സായാഹ്ന OP പ്രവർത്തനം തുടങ്ങിയതോടെ ഒരു ഡോക്ടറെ കൂടി അധികമായി നിയമിച്ചു. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ OP പ്രവർത്തിക്കും. പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയതോടെ കൂടുതൽ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകാൻ കഴിയുമെന്നാണ് പഞ്ചായത്തിന്റെ പ്രതീക്ഷ. പഞ്ചായത്ത് പ്രസിഡന്റ് M മൈമൂനത്ത് ഉദ്ഘാടനം ചെയ്തു. സായാഹ്ന OP തുടങ്ങിയത് മലയോര ജനതയ്ക്ക് ഏറെ ആശ്വാസകരമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കണ്ണൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.